എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി, വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസിന്റെ പൈസയും ഗ്ലാസ് തകർക്കും. ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മൈ ദിസ് കൂറ സൗണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഹെൽത്തും ഒക്കെ കുറച്ച് വീക്കാണ്. ഇപ്പം ഒരു ചെറിയ മൈഗ്രെയിനും ക്ഷീണമൊക്കെ പോലെ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇങ്ങനൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിക്കാണ്ടിരിക്കുക? ഇല്ലെങ്കിൽ എല്ലാവരും കയറി പറയും എന്തൊക്കെ പബ്ലിക് റിലേറ്റഡ് ന്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ കോൺട്രവേഴ്ഷ്യൽ ന്യൂസ് ഉണ്ടായിട്ട് പോലും അമിയ അൺഫിൽറ്റേർഡ് സംസാരിക്കുന്നില്ല. അമിയ അൺഫിൽറ്റേർഡിന് രേണു ചേച്ചി മതി, ഗ്ലാമി ചേച്ചി മതി എന്നൊക്കെ പറയുമല്ലോ. അപ്പം അമിയ അൺഫിൽറ്റേർഡ് സംസാരിക്കായിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ മൾട്ടിപ്പിൾ വീഡിയോസ് ഒരു ദിവസം ഇടുന്ന ആളല്ല. ഇപ്പോൾ യൂട്യൂബ് മാത്രം ഒരു പ്രൊഫഷൻ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ 5-6 വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. നമ്മളിത് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ എല്ലാ ടോപ്പിക്കും കൂടെ കവറപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഏറ്റവും റീച്ചുള്ള എൻ്റെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോണ്ടൻറ്റ് നോക്കിയേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് കുട്ടി വ്ളോഗേഴ്സ് ട്രോൾ പേജിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു കോണ്ടൻറ്റാണ്. അപ്പം ഞാൻ കരുതി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. സോ ദാറ്റ് രേണു ചേച്ചി കണ്ടൻറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒരു ബ്രേക്ക് ആവുകയും ചെയ്യും. അതിൻ്റെ അതേ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് അമിയ അൺഫിൽറ്റേർഡ് വേറെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേറൊരു വിഷയമാവുമല്ലോ. സോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ വിഷയം എന്താണെന്നുള്ളത് ഐ ഹോപ്പ് എല്ലാവർക്കും അറിയായിരിക്കാം. അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിഷയം എന്താണെന്ന് ഉള്ളത് പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി, നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വൈറലായി കണ്ടൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി KSRTC ഡ്രൈവറുടെയും KSRTC കണ്ടക്ടറുടെയും വീഡിയോ എടുക്കുന്നു. പെൺകുട്ടി ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയി പറയുന്നുണ്ട്, ചേട്ടാ ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്തുമെന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും വണ്ടി നിർത്താൻ റെഡി ആവുന്നില്ല. ആ കോൺവെർസേഷൻ ഫ്രണ്ടോട്ട് പോകുമ്പോൾ പെൺകുട്ടി ഇറിറ്റേറ്റഡ് ആയിട്ട് കയ്യിൽ കിട്ടിയ എന്തോ ഒരു സാധനം ഉപയോഗിച്ചിട്ട് KSRTCൻ്റെ ഗ്ലാസ് തകർക്കുന്നു. ഈ ഒരു സാധനം വന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ പറയൂ, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചീത്തയേക്കുക? ഒരു സംശയം വേണ്ട, ആ പെൺകുട്ടിക്ക് കേൾക്കും. കാരണം ഷിംജിത ചേച്ചി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം ആണ് ഈ ഒരു സാധനം. കാരണം ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തി, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ കറൻ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഫേക്ക് അലിഗേഷനാണ് ഒരു ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഉണ്ടാക്കിയത്. ആ ഫേക്ക് അലിഗേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ദീപക് ഇന്ന് ഈ ലോകത്ത് പോലുമില്ല. അപ്പം അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് വലിയൊരു എന്താ പറയുക, വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കായിരുന്നു. അപ്പം ആ ഒരു സമയവും അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാലത്തും ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കണം. പക്ഷേ ഷിംജിതയുടെ ആ കേസ് വന്നതോടുകൂടിയാണ് അതൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോയത്. ഇപ്പം ഇങ്ങനെ വല്ലപ്പോഴും ഒരു 2, 3, 4 വീഡിയോസ് മാത്രമേ വരലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കോൺട്രവേഴ്സി വന്ന സമയത്തും ഈ പെൺകുട്ടി അത്യാവശ്യം മേക്കപ്പാണ്, ഒരു മോഡേൺ ഡ്രസ്സാണ്, ബ്രാൻഡഡ് ബാഗാണ് കയ്യിലുള്ളത്. ആൻഡ് പെൺകുട്ടി ഭയങ്കര പ്രൊവോക്ഡ് ആയ രീതിയിൽ, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടിക്ക് നേരെയാണ് ഈ സൈബർ അറ്റാക്കൊക്കെ പോയിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരിട്ടു, പെൺകുട്ടിയുടെ എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ മെയിൻ വീഡിയോ ഒന്ന് കാണാം. എന്താണ് ആ ബസ്സിൻ്റെ ഉള്ളിൽ അന്ന് സംഭവിച്ചത്? Why the hell are you recording the now? This guy
പോലീസ് സ്റ്റേഷനിൽ വണ്ടി നേരെ അവിടെ സ്റ്റാൻഡിലേക്ക് പോട്ടെ. അവിടെ വാക്കി പോയി അവിടെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കും. നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കുള്ളൂ. ഷോപ്പില്ല ഇതിന്. ഈ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. സ്റ്റേഷനിൽ ബാക്കി കേസ് അവിടെ വണ്ടിയുടെ ഗ്ലാസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഷോപ്പ് നിർത്താവുള്ളൂ. ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വൈറലായിട്ടുള്ള വിഷ്വൽ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കേസ് നിലവിൽ ഇപ്പോൾ സോൾവ് ആണ്. ഈ പെൺകുട്ടി ചെയ്ത തെറ്റിന് ആൾ അപ്പോളജി ചെയ്തു. പിന്നെ ആ ഗ്ലാസ് തല്ലി പൊട്ടിച്ചതിന് ഒരു പെർട്ടിക്കുലർ ഫൈന് കൊടുത്തിട്ട് ഈ വിഷയം അവിടെ തീർന്നു. ഈ വിഷയം തീർന്ന് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നത്. ആൻഡ് അത് ആര് എവിടെ എങ്ങനെ പബ്ലിക് ആക്കി എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടക്ടറെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ഒരു പുരുഷൻ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു പുരുഷനാണ് ഈ വീഡിയോ എടുത്തത്. മേ ബി പുള്ളിക്കാരൻ ആർക്കെങ്കിലുമൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഇപ്പോൾ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പെൺകുട്ടിക്ക് നല്ല പൊങ്കാലകൾ കിട്ടുന്നുണ്ട്, നല്ല പൊങ്കാല. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ആയതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റി എന്നുള്ളതിൽ പോകുന്നതിലുപരി എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് കുറച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിലപ്പോൾ 2 ആംഗിളിൽ ആലോചിക്കാം. ആദ്യത്തെ ഒരു കാര്യം, പെൺകുട്ടിയുടെ ആംഗിളിൽ പെൺകുട്ടി ആലോചിക്കുമ്പോൾ ഞാൻ എത്ര നേരമായി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രൈവർ എടുത്തും അല്ലെങ്കിൽ ഈ കണ്ടക്ടർ എടുത്തും വണ്ടി എടുത്തേട്ടാ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ വണ്ടി നിർത്തുന്നില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ, ഞാൻ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഞാൻ യാത്ര ചെയ്യുന്നത്. ഒരു പെണ്ണായ ഞാൻ ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവർ നിർത്താത്തത്? ഇനി നിർത്തുന്നതിനാണെങ്കിൽ ഒരു 1, 2, 3 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഞാൻ ഈ തുമ്പിൽ വന്ന് ഇറങ്ങിയാൽ ഇവർക്ക് ആ സെക്കൻഡ് വണ്ടി എടുത്ത് പോകാമല്ലോ. പിന്നെ ഇവർ എന്തിനാണ് ഈ വാശി കാണിക്കുന്നത് ആ പെൺകുട്ടീൻ്റെ അടുത്ത് എന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സൈഡിലുണ്ടാവും. ഓക്കെ, ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്നാൽ മറു സൈഡ് KSRTCക്കാരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ഇപ്പം ടൗൺ ടു ടൗൺ ബസ് നമ്മൾ കയറുന്ന, ഇപ്പോൾ ടൗൺ ടു ടൗൺ ബസ്സും സൂപ്പർ ഫാസ്റ്റും നിർത്തിയിടുകയാണെങ്കിൽ ഞാനൊക്കെ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക സൂപ്പർ ഫാസ്റ്റാണ് ടൗൺ ടു ടൗണിനേക്കാളും. കാരണം ഈ ടൗൺ ടു ടൗൺ അല്ലെങ്കിൽ ഈ ടൗൺ ടു ടൗൺ അല്ലെ LS പോലെയുള്ള ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മിനിറ്റിന് ഈ വണ്ടി നിർത്തിക്കാണും. അപ്പം ഞാൻ ഒന്നാമത് ഈ വയനാട് ടു കോഴിക്കോട് എത്തുക, എൻ്റെ അമ്മയുടെ ഫാമിലി കാലിക്കറ്റ് ആയതുകൊണ്ട് കാലിക്കറ്റ് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഈ ചുരമൊക്കെ കവഞ്ഞ്, ചുരത്തിലാണെങ്കിൽ ഒരു ചെറിയ വണ്ടി വളഞ്ഞാൽ അവിടെ ബ്ലോക്കായി, പിന്നെ 5-6 മണിക്കൂർ ചുരത്തിൽ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വേഗത്താനാണ്. അപ്പോൾ ഈ കുട്ടി സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. നമ്മളിപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ് കയറി ഒരു പേയ്മെൻറ്റ് കൊടുത്തു എന്ന് കരുതും. എന്ന് വെച്ചാൽ നോർമൽ TT LSനേക്കാളും പൈസയാണ് സൂപ്പർ ഫാസ്റ്റിൽ. ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പ് നിർത്താണ്ടിരിക്കാനും വേഗം എത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും മിനിറ്റ് ലാഗ് ആകുമ്പം അതിൽ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ 1-2 ആൾ ചോദിക്കാം എന്തുകൊണ്ടാണ് അവിടെ നിർത്തുന്നത്, നമ്മളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് TT പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ അവരുടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരാളെ ഇറക്കിയാൽ ചിലപ്പോൾ 2ാമത്തെ ആളും 3ാമത്തെ ആളും 4ാമത്തെ ആളും 5ാമത്തെ ആളും ഈ സെയിം ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും ഇവർക്കൊരു ബേർഡൻ ആവാം. ചിലപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഇറക്കിയപ്പോഴുള്ള ഒച്ചപ്പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനോ അല്ലെങ്കിൽ പുറകിൽ ട്രാഫിക് ബ്ലോക്ക് ആയതോ സ്റ്റോപ്പില്ലാത്തോ സിഗ്നലോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിർത്താത്തത്. 2 പേരുടെ സൈഡിലും ഈ വിഷയത്തിലൊരു ന്യായീകരണമുണ്ട്. എന്നാൽ ഇവിടെ പെൺകുട്ടിയുടെ സൈഡിൽ സംഭവിച്ചൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൻ്റെ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് പെൺകുട്ടി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പെൺകുട്ടിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി എന്നാണ്. ലൈക്ക് എന്തോ ബാത്റൂമാണോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അറിയില്ല, എന്തോ പേഴ്സണൽ കാര്യം തോന്നി, അതിൻ്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടി വണ്ടി നിർത്താൻ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പെൺകുട്ടി ഈ പെർട്ടിക്കുലർ കാര്യം കണ്ടക്ടറെടുത്തും ഡ്രൈവറെടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്? ഇത് രണ്ടും പെൺകുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ പെൺകുട്ടി ആ വീഡിയോ എടുക്കുന്ന സമയം തന്നെ ചേട്ടാ എനിക്ക് ടോയ്ലറ്റ് പോകണം, ഒന്ന് വണ്ടി നിർത്ത് എന്ന് ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആ ചേട്ടൻ വണ്ടി നിർത്താണ്ട് പോവുകയാണെങ്കിൽ 100 അല്ല 200% നമുക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിയെ കുറ്റം പറയായിരുന്നു. പക്ഷേ എന്നാൽ ഇവിടെ പെൺകുട്ടി അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഒരു പെൺകുട്ടി നേരെ എണീച്ച് വന്ന് KSRTC ബസ്സുകാരനോട് നിർത്താൻ പറയുന്ന സമയത്ത് അയാൾ ഏത് ആംഗിളിലാണ് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ കൂടെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് മാക്സിമം അവനവൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്യുക. ടോയ്ലറ്റ് പോയിട്ടോ വാങ്ങിയിട്ടോ വണ്ടിയിൽ കയറാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ ഇടയിൽ അങ്ങനെ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മോശമായിട്ടും കാണണ്ടയോ കരുതണ്ടയോ ആവശ്യമില്ല. നേരെ ചെല്ലുക, ആ ഡ്രൈവർ എടുത്തോ കണ്ടക്ടർ എടുത്തോ കാര്യം പച്ചയ്ക്ക് പറയുക. നമ്മൾ വേറൊന്നുമല്ലല്ലോ അവരോട് ചോദിക്കുന്നത്, എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണം, ഒന്ന് വണ്ടി നിർത്തി തരുമോ, അതിൻ്റെ 5 മിനിറ്റേക്ക് എന്നാണ് ചോദിക്കുന്നത്. ആ വണ്ടിയിലിരിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒരു വ്യക്തിക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഫീലിംഗ് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ല. ഞാൻ കേട്ടത് പ്രകാരം ഈ പെൺകുട്ടി കയറിയത് കൊടക് ടു കാലിക്കറ്റ്, അത്യാവശ്യം ദൂരമുണ്ട്. ചിലപ്പോൾ ആ ദൂരത്തിൻ്റെ ഇടയിൽ പെൺകുട്ടിക്ക് ചിലപ്പം ടോയ്ലറ്റ് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, അല്ലെ വണ്ടി കയറുന്നത് എത്ര പെട്ടാൽ. പക്ഷേ ഈ ഒരു കാര്യം പെൺകുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്കും മനസ്സിലായില്ല. ആൻഡ് അവർ നിർത്താത്തതിനെ നമ്മൾ ഇങ്ങനത്തെ പല പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ എത്രയൊക്കെ ഇത്രയും പ്രൊവോക്കേഷനിൽ ആ ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്ന സമയം മതി, ചേട്ടാ എനിക്ക് ടോയ്ലറ്റ് പോകണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ. ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ പറയാൻ മടിയുണ്ടെങ്കിൽ. പക്ഷെ അതിന് പകരം ഒരു സാധനം എടുത്തുകൊണ്ട് അത് പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഇൻറ്റൻഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ ഒരു അപ്പോളജി ലെറ്റർ എഴുതുകയും പൈസ കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ദറ്റ്സ് ഡൺ. പക്ഷേ ഇങ്ങനത്തെ ഒരു ചെറിയ സിറ്റുവേഷൻ, കാരണം ഇന്നത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് എവിടെ എന്ത് സംസാരിക്കണം എന്നറിയില്ല. ആ ചില്ല് പൊട്ടിക്കാൻ കാണിക്കുന്ന ധൈര്യം മതി എനിക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറയാം. പക്ഷേ അത് ചെയ്തില്ല. ആൻഡ് ഒരു കാര്യം കൂടെ, ഈ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞത് സത്യമാണോ എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല. അത് ഞാൻ എടുത്തു പറയാം. പിന്നെ പെൺകുട്ടി അത്രയും നേരം ഉണ്ടായിട്ട് പറയുക, കാരണം അത്യാവശ്യം ബോൾഡാണ് ആൾ. ബോൾഡായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തത്. അപ്പം അത് പറയാൻ ധൈര്യമില്ലാത്തൊരു വ്യക്തി നേരെ കയറി ചില്ല് തല്ലി പൊട്ടിക്കുക എന്ന് പറയുന്നത് എന്ത് ഫിലോസഫിയാ എന്നുള്ള കാര്യം എനിക്കിവിടെ മനസ്സിലായില്ല. അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടീനെ കംപ്ലീറ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് തെളിയിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തോന്നി എന്ന് വിശ്വസിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ പൊങ്കാലകൾ ചേച്ചിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. Regarding the KSRTC incident that is now being circulated everywhere, I would like to make my side clear once and for all. I was in a very panicked and pressured situation at that moment because I urgently needed to get down due to a bathroom emergency. In that state of panic, I genuinely did not know what else to do except using the emergency exit. Emergency exit KSRTC lo. Sorry. And things unfortunately escalated from there, and I'm not trying to justify my mistake, and I had already apologized for what happened on the same day itself. The issue was resolved peacefully and officially on that day itself, but the conductor and driver were cleared from the issue, and I was also more to delete the video from my phone at that time. And the amount of 28,000 was paid by me for the glass damage, and the matter was closed and there. ഒന്ന് കക്കൂസ് പോകാൻ എന്ന് പറയാൻ മടിച്ചതിൻ്റെ പേരിൽ 28,000 ഉറുപ്പിക ചേച്ചി കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. So I kindly request everyone to please stop oversharing, reposting, forwarding, discussing, repeatedly sending these video and messages to me anymore. The continuous online bullying, trolling and hate are deeply affecting me mentally. Please let the matter rest and do not contact me or ask me anything further regarding the issue. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്കാല കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. പൊങ്കാല കിട്ടിയത് കൊണ്ട് മാത്രമാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നത് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ആലോചിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ എവിടെയോ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി ആങ്കറാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്, അല്ലാണ്ട് ഈ പേടിത്തൂറികൾക്കല്ല. ആൻഡ് അറ്റ്ലീസ്റ്റ് കൊടക് ടു ഇവിടെ വരെ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ടോയ്ലറ്റ് എനിക്ക് അറിയില്ല. പിന്നെ പുള്ളിക്കാരി ഭയങ്കര അപ്പോളജി ലെറ്റർ എഴുതുന്നു. 28,000 ഓഫ് കോഴ്സ് കൊടുക്കണം. നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 28,000 കൊടുക്കുക എന്നുള്ളത് റൈറ്റാണ്. പക്ഷെ അപ്പോളജി ലെറ്റർ എഴുതുന്നു, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല എന്ന് ഈ രീതിയിൽ ഈ
പുള്ളിക്കാരി സംസാരിക്കണമെങ്കിൽ മേ ബി ഇപ്പം ഈ കേസ് വളഞ്ഞൊടിഞ്ഞ് സ്വന്തം തലയിൽ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ പറഞ്ഞ ഒരു ഫോൾസ് എലിഗേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലും ആണ്. പക്ഷേ ആൾ മുട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മുട്ടുന്നില്ല എന്ന് എനിക്ക് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല. എന്തായാലും ആളുടെ ഇൻ്റർവ്യൂ നോക്കാം. ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിയിങ് ആണ്. ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു. ഇവിടെ ആള് പറഞ്ഞ 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങളെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഫസ്റ്റ് തിങ്, സൈബർ ബുള്ളിയിങ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പെർട്ടിക്കുലർ പെൺകുട്ടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ KSRTC-കാരുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഈ KSRTC-കാരും സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് നേരിടും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ എന്ത് കോണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ 5 ദിവസം കൊണ്ട് പറഞ്ഞ് സോൾവ് ചെയ്തതാണെങ്കിലും ചിലപ്പോൾ ഇനി ഒരു 20 മാസം കഴിഞ്ഞ് അല്ല 2 കൊല്ലം കഴിഞ്ഞ് ഈ പെർട്ടിക്കുലർ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ അന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വരും. ഇപ്പോൾ മോള് കയറി നേരെ ഈ KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും വീഡിയോസ് ഇരുന്ന് എടുത്തല്ല, ഇവർ റിപ്പോർട്ട് ടു പോലീസ് എന്നുണ്ട് ഈ സാധനമാണ് പുറത്തിടുന്നതെങ്കിൽ ആ ഡ്രൈവറെ ചീത്ത പറയാനും 4 ആളുണ്ടാവും. അപ്പോൾ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നൊരു സാധനം ഇയാൾ മാത്രം ഫേസ് ചെയ്യുന്നതല്ല. പിന്നെ ഇതിൽ പറഞ്ഞൊരു സാധനമാണ് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കമൻറ്റ്, പിന്നെ പെൺകുട്ടി കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്ന ബാഗ് ഏതോ ബ്രാൻഡഡ് ബാഗാണ് അതിന് കമൻറ്റ്, ഇങ്ങനത്തെ സാധനം ഇത് ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് താടിയും മുടിയൊക്കെ നീട്ടി വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ കഞ്ചാവ്, കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾ പോക്ക് കേസ് കിട്ട്, ഇത് ഞാൻ കുറേ കണ്ടിട്ട്. ഇങ്ങനത്തെ കുറേ അലമ്പന്മാർ ലോയപ്പന്മാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അയാൾ ധരിക്കുന്ന വസ്ത്രത്തിൽ അയാൾ കംഫോർട്ടബിൾ ആണെങ്കിൽ ബാക്കി ചുറ്റുമുള്ള ഒരു വ്യക്തിയും ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഇതിന് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലോ ക്ലാസ് അല്ലെങ്കിൽ തീരെ ഡെവലപ്ഡ് അല്ലാത്ത വെറും കോക്കനട്ട് ടീൻസാ എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമല്ല. ഞാനല്ല വേറെ ആരാണെങ്കിലും ഈ സ്ഥാനത്ത് അങ്ങനെയാണ് പറയുക. ഇപ്പോൾ ആളിട്ട ഹെഡ്സെറ്റിനെയും പിന്നെ ആൾ ബാഗ് ഹോൾഡ് ചെയ്തതും കയറി വരുന്നതിനെയും ഒക്കെ പറയുന്ന ആളുണ്ട്. നമുക്ക് തോന്നുകയാണോ ഇപ്പോൾ നമ്മളാണെങ്കിലും ബാഗ് ഓടിക്കും, ഹെഡ്സെറ്റ് ഓടിക്കും, അതാക്കും ഇതാക്കും നടക്കുകയൊക്കെ ചെയ്യും. കാരണം എല്ലാവരും അധ്വാനിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ കുറേ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനും എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനും എന്നെ ഹാപ്പിയാക്കി നിർത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ബ്രാൻഡഡ് ബാഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതി ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ബ്രാൻഡഡ് ബാഗാണ് അല്ലെങ്കിൽ എൻ്റെ ഔട്ട്ഫിറ്റ് ആണ് വേണ്ടി എന്ത് കാര്യമാണ് അതൊക്കെ അങ്ങ് കുറേ കാലം മുമ്പ്. വാ വണ്ടി കയറി വാ. ഇനി അടുത്തൊരു സാധനം ഇതിൽ പറഞ്ഞു, എനിക്ക് എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ എമർജൻസി സിറ്റുവേഷൻ വീഡിയോൻ്റെ മുമ്പിലല്ല പറയേണ്ടത്, അവരെടുത്തായിരുന്നു പറയേണ്ടത്. അത് പറയാത്തിടത്തോളം കാലം എമർജൻസി സിറ്റുവേഷന് ഈ കഥയിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത
അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയത് അല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസിന്റെ പൈസയും ഗ്ലാസ് തകർത്തതിന്റെയും ഇപ്പൊ ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തുനിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒരു ആങ്കറാണ്. അപ്പോൾ ഞാൻ അന്നൊരു വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർക്കിന് പോകുന്ന സമയത്ത് അതർ നോയ്സ് കേൾക്കാതിരിക്കാൻ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു സാധനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. ദൃശ്യങ്ങളിൽ മുംതാസും അങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ജീവനക്കാരുടെയൊക്കെ. അത് പിന്നീട് പുറത്തു വിട്ടോ? ഇല്ല, ഞാൻ വിട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ അവർ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് സാധനം ക്ലിയർ ചെയ്ത് അപ്പോളജി പറഞ്ഞ് അവരുടെ സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അവരെയും കുറ്റം പറയല്ല, എന്നെയും ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞ ആ സിറ്റുവേഷൻ, ആ മെൻ്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ എടുത്ത് പറയുന്നത്, ഈ കേസിനെ നമ്മളിനി കീറി മുറിക്കാനൊന്നും പ്രത്യേകിച്ചില്ലല്ലോ. നമ്മുടെ ബോഡി ഡിസ്റ്റർബ്ഡ് ആവുന്ന, ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് വേസ് ഇപ്പോൾ ഒരു വീക്ക് കണ്ടീഷൻ വരികയെന്ന് കരുതുക. ഇപ്പോൾ ലൈക്ക് നമുക്ക് വല്ല കാലുവേദനയോ മുട്ടുവേദനയോ തലവേദനയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഓക്കെ ആവും. പക്ഷെ നമ്മുടെ മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അസുഖബാധിതനായി ഒരു വ്യക്തിയും അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മെൻ്റലി ഡിസ്ട്രക്റ്റഡ് ആയതിൻ്റെ പേരിൽ ദ നമ്പർ ഓഫ് ഇങ്ങനത്തെ കേസസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. മൈൻഡിനെ നമുക്ക് പിടിച്ചെടുത്ത് കിട്ടണമെന്നില്ല. ഏത് പോയിന്റിലാണ് നമ്മൾ ബ്ലാസ്റ്റ് ആവുക, ഏത് പോയിന്റിലാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്രയൊക്കെ ആണെങ്കിലും എല്ലാവരുടെ മനസ്സും അത്ര കടികെട്ടി മനസ്സൊന്നുമല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര വീക്കാവും. അത് ചിലപ്പോൾ ഒരു വേർഡ്സ് മതി, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് മതി, ചിലപ്പോൾ ഒരു നോട്ടം മതി, ചിലപ്പോൾ ഒരു ഡയലോഗ് മതി. അത് ഓപ്പോസിറ്റ് വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഒരു പെൺകുട്ടി ഒരു ഹാമർ എടുത്തുകൊണ്ട് ഒരു ചില്ല് തകർക്കണമെങ്കിൽ അന്നേരം അവളുടെ മൈൻഡ് കടന്നു പോയ ആ ഒരു സിറ്റുവേഷൻ, അവൾ പറഞ്ഞില്ല, തെറ്റാണ്, അവൾക്ക് പറയായിരുന്നു, അവൾ ബോൾഡായിരുന്നു, എല്ലാ സാധനവും മാറ്റിവെച്ച് അങ്ങനെ ചെയ്യാൻ നേരത്ത് അവളുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വീക്കാണ്.
നമ്മൾ ഫിസിക്കലി ഒരു വ്യക്തിയിൽ പെയിൻ ഉണ്ടാക്കിയാലും മെൻ്റലി ഒരിക്കലും ഒരു വ്യക്തിയിൽ പെയിൻ ഉണ്ടാക്കരുത് എന്നാണ് പറയുക. കാരണം മെൻ്റൽ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ് പെയിൻ എന്നാണ് പല വ്യക്തികൾക്കും. അത് കൂടി വരുമ്പോഴാണ് ചിലർക്ക് ഡിപ്രഷൻസ് വരുന്നത്, ആൻസൈറ്റി വരുന്നത്, സ്ട്രെസ്സ് വരുന്നത്, അങ്ങനെ വലിയ വലിയ പ്രോബ്ലംസിലോട്ട് ആ വ്യക്തി തന്നെ പോകാനുള്ളൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. നമുക്കൊരു മെൻ്റലി വീക്കാവുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻ എഫക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു മെൻ്റലി നമ്മളൊരു കാര്യത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മുടെ ഇമോഷൻ എഫക്റ്റ് ചെയ്യും. ഇമോഷൻ ദറ്റ് ക്യാൻ ബി ഹാപ്പി, ദറ്റ് ക്യാൻ ബി സാഡ്, ദറ്റ് ക്യാൻ ബി എന്ത് സാധനം വേണേ ആവാം. നമ്മളുടെ ഇമോഷനെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. ഇമോഷനെ കുറേ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. അത് നമ്മളുടെ വേർഷൻ തന്നെ മാറ്റി പുതിയൊരു ബിഹേവിയർ ആക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒരുപാട് കോഴ്സ് ഉണ്ട്. നമ്മൾ ആസ് എ കൗൺസിലർ ഒരു സൈക്കോളജിസ്റ്റ് നമ്മൾ പല കേസസും ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത്, മെൻ്റലി സ്ട്രോങ് ആവുക, മെൻ്റലി കേപ്പബിൾ ആവുക, മെൻ്റലി സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അപ്പം അപ്പത്തെ ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പിടിക്കാത്തതുകൊണ്ടാണ് പലർക്കും ഇങ്ങനെ പല സിറ്റുവേഷനിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ബ്ലാസ്റ്റുകളും, പല ഒച്ചപ്പാടുകളും, പല എൻസും, പല ഫൈറ്റ്സും, പല കോറൽസും, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടു ആൻ അറ്റൻഡ് മൈൻഡിനെ ഭയങ്കര പോസിറ്റീവായി കീപ്പ് ചെയ്യുക, കോൺഫിഡൻ്റ് ആക്കുക, ഡൂ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻസ്, യോഗാസ്, മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക, മൈൻഡിനെ കറക്റ്റ് ചെയ്യുക, മൈൻഡിനെ ഓക്കെ ആക്കുക. ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു തെറാപ്പി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിലാണ്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. സോ ഇന്നൊരു വീഡിയോയിൽ ഞാൻ നിർത്തുകയാണ്. ഹോപ്പ്ഫുള്ളി ഐ എം നോട്ട് ഇൻ എ ഹെൽത്ത് വൈസ് ഓക്കെ ടു ഡു എ വീഡിയോ. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റ് കണ്ടില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ നാളെ ഐ വിൽ ബി അപ്ലോഡിങ് അനദർ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. ബൈ.